ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ പാല മാർസ്ലീവ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു അമ്മയ്ക്ക് MRI എടുക്കേണ്ട ദിവസം. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ 9:45 അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മ അവിടെ MRI എടുക്കുന്നിടത്ത് കയറ്റിയിട്ട് എനിക്കൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റും കൂടി എടുത്തു. കാരണം എൻ്റെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാട് വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാമല്ലോ എന്ന് വെച്ച്. അപ്പം അമ്മയ്ക്ക് ആരും കൂടെ നിൽക്കണം. അമ്മ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ടോക്കൺ നമ്പറും കറക്റ്റ് സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ അവിടെ സ്കിൻ ഡോക്ടറുടെ വെയിറ്റ് ചെയ്ത്, അതായത് 9 എൻ്റെ ടോക്കൺ നമ്പർ. അപ്പോൾ ടോക്കൺ ഇങ്ങനെ അവിടെ ഡിസ്പ്ലേ ആവുമല്ലോ, അത് വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അമ്മ MRI എടുക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അച്ഛനവിടെ പുറത്തിരിപ്പുണ്ട്. ഞാൻ രാജേഷനും ഇവിടെ സ്കിൻ്റെ അവിടെ വന്നതാണ്. അപ്പം എൻ്റെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകളുണ്ടോ, ഇതാണ് ഒരു പ്രോബ്ലം. അതേപോലെ അവിടെ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ്. സൺസ്ക്രീൻ നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാൻ റീഅപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇവിടെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കാണിച്ചപ്പോൾ അവർ സെയിം പറഞ്ഞു, സൺസ്ക്രീൻ്റെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ഡാമേജ് സൺറൈസ് ആണല്ലോ. അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു, വെളിയിലിറങ്ങി. പിന്നെ എനിക്ക് ഹെയർ വാഷ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മേക്ക് ഓവർ എന്ന് പറഞ്ഞ് കഞ്ഞിക്കുഴിയിൽ ഒരു സലൂണിൽ വന്ന് ഹെയർ വാഷൊക്കെ ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് ഒന്ന് ചെയ്തിട്ട് ഒരു ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനൊന്ന് പറഞ്ഞു, രണ്ടാമത് ഞങ്ങൾ കസവ് കടയിൽ പോയിരുന്നു. അപ്പം തിരുവാതിരയുടെ വേണ്ടി സെറ്റ് വേണം. അന്ന് ഞാൻ എടുത്തില്ലായിരുന്നു. അന്ന് ഞാൻ അമ്മയ്ക്കും എൻ്റെ കുഞ്ഞമ്മയ്ക്കും ഒക്കെ ആയിരുന്നു സെറ്റ് എടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് എനിക്ക് വേണ്ടി ഒരു സെറ്റ് സാരി എടുക്കാമെന്ന്, ആദ്യം വേണ്ടെന്ന് വെച്ച് പോയതാണ്, പിന്നെ എടുക്കാമെന്ന് വെച്ച് വന്നപ്പം കുറേ എണ്ണം നോക്കണം. ആദ്യം കണ്ടതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത്. അത് ഞാൻ തിരുവാതിരയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷേ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ അത് പർട്ടിക്കുലർ ആ ഒരു കളർ സാരിക്ക് മാത്രം ബ്ലൗസ് ഇട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റത് നമുക്ക് ഏത് കളർ ബ്ലൗസ് ഇടാം, ഫുൾ കസവാണ്. അപ്പോൾ ഞാൻ ഹാൻഡ്ലൂം പ്യുവർ കസവിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇവരുടെ അങ്ങനത്തെ സെറ്റ് സാരീസ് നല്ല ലാസ്റ്റ് ടൈം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂഷനില്ല. പക്ഷേ ലാസ്റ്റ് ഞാൻ ആദ്യം കാണിച്ച് തന്നെയാണ് എടുത്തത്. പിന്നെ അപ്പോൾ അവരൊരെണ്ണം കാണിച്ചു ഡോട്ടുള്ള മെറൂൺ കളറ്. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റ് സാരിയാണെന്ന് പറഞ്ഞു. ഇത് ഈ വർഷത്തെ പുതിയതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ, ഒരു ലൈറ്റ് ഗ്രീൻ കളർ മാത്രമേ അവരുടെ അടുത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേറെ കളർ ഇല്ലാത്തതുകൊണ്ട് പിന്നെയും ഞാനൊരു കൺഫ്യൂഷനിലായി. അപ്പോഴാണ് ഇങ്ങനെ ഒരു മെറൂൺ കാണിച്ചത്. മെറൂൺ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ ഇതൊത്തിരി നമ്മൾ കണ്ടുപോകും. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സെറ്റ് സാരി ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ ഓൺലൈൻ ഷോപ്സും ഇങ്ങനത്തെ ബുട്ടീക്സുകാരെല്ലാം ഇങ്ങനെ പൊട്ടുള്ള മെറൂൺ അത് പിന്നെ കണ്ട് മടുത്താറുണ്ട്. പിന്നെ അതിന് മെറൂൺ കറക്റ്റ് ബ്ലൗസ് മാത്രം ഉപയോഗിക്കാം, അതെടുത്തില്ല. പിന്നെ ഞാൻ ആദ്യത്തെ ആ സെറ്റ് സാരി തന്നെ എടുത്തു. അവിടെ വന്നപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു. അങ്ങനെ അത് കൊടുത്തിട്ട് അത് ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, കസവ് കടയുടെ ഒരു ഇതുപോലെ. അത് കഴിഞ്ഞ് നമുക്ക് ഫംഗ്ഷനോ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്, ഒരു കല്യാണമുണ്ട്. അപ്പോൾ വാച്ച് ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാച്ച് വാങ്ങിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മയുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ടിൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ കല്യാണത്തിന് നമ്മൾ നിൽക്കുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വാച്ച് വാങ്ങിക്കണം. പിന്നെ രാജേഷിൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ്, അതിനും ഒരു വാച്ച്. അപ്പോൾ അതൊരു ആൺകുട്ടി. അപ്പോൾ ഒരു ജെൻസ് വാച്ചും ഒരു ലേഡീസ് വാച്ചും നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യണം. നല്ല വാച്ച് ആയിരുന്നു കേട്ടോ. നല്ല കൃഷ്ണൻ നായർ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി വാച്ച് വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം ഗിഫ്റ്റ് പാക്ക് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട് അവിടെ തന്നെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം എടുത്ത് ഇതുപോലത്തെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ളതാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ ബ്രേസ്ലെറ്റും കൂടെ ഫ്രീ ആണല്ലോ, റോസ് ഗോൾഡ്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം റോസ് ഗോൾഡ് ഇടുമോ, ഗോൾഡൻ അവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. സിൽവറും റോസ് ഗോൾഡും അങ്ങനെ. പിന്നെ ഞാൻ റോസ് ഗോൾഡ് തന്നെ എടുത്തു. ഞാനത് ഗിഫ്റ്റ് ചെയ്ത കുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വാവയെ കാണാൻ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ക്രൈയിലൊന്ന് കയറി, കഞ്ഞിക്കുഴി ഫസ്റ്റ് ക്രൈ കയറിയിട്ട് ഒരു 1.5 മാസമായ ഒരു വാവയാണ്, അതിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മളുടെ കുറേ പരിപാടികളായിരുന്നു. ഫുൾ ടൈം കറക്കം ഞാൻ പറയുന്നത്, കുറേ നമുക്ക് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ നിന്നും ഗിഫ്റ്റ് വാങ്ങിച്ചു, പാക്കൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലാണ് പോയത് കേട്ടോ. വീട്ടിൽ പോയിട്ട് തളർന്നു പോയായിരുന്നു, കിടന്നു. രാവിലെ വെളുപ്പിന് എണീറ്റപ്പോൾ ഞാൻ ടെറസിൽ നിന്നപ്പം ടെറസിൽ നിന്ന് തന്നെ നമ്മുടെ ചക്ക പറിക്കാം കേട്ടോ. അതായത് നമ്മൾ ടെറസിൽ നിൽക്കുമ്പം ആ മുറ്റത്തിന് കോർണർ നിൽക്കുന്ന ഒരു പ്ലാവാണ്. ഇത് കൈകൊണ്ട് ഇങ്ങനെ ചക്ക പറിക്കാൻ ടെറസിൽ നിന്നിട്ട് അങ്ങനെയാണ് ഉണ്ടായി കിടക്കുന്നത്. പക്ഷേ ഇത് പഴുക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ പഴുക്കുന്നതിന് മുമ്പ് ഞാൻ പോവും. പക്ഷേങ്കിൽ വറുത്തു, അത് കഴിഞ്ഞിട്ട് ചക്ക വേവിക്കുകയും ചെയ്തു. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്.
അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് ആദ്യം ഇതാണ് കേട്ടോ നോക്കാൻ പോയത്. അപ്പോൾ രാവിലെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്, അമ്പലത്തിൽ പോകണം, നമ്മുടെ അടുത്തുള്ള കോവിലിലും പോകണം, അത് കഴിഞ്ഞ് ഏറ്റുമാനൂർ അമ്പലത്തിലും ഒന്ന് പോകണമെന്ന് വെച്ചു എല്ലാവർക്കും കൂടെ. അപ്പോൾ ഞാൻ എണീറ്റ് കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വെളിയിലൊന്ന് വന്നതാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. തലേ ദിവസം കുറച്ച് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പ്, ഇങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് സമയം പോയല്ലോ. അപ്പോൾ പിന്നെ കുളിക്കാനായിട്ട് പോയി. കുളിച്ചിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഇവിടുന്ന് അച്ഛൻ്റെ തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ കുഞ്ഞുങ്ങളായിരിക്കും ഞങ്ങൾ നടന്നായിരുന്നു പോകുന്നത് 2ലും 3ലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ 41 ദിവസത്തെ പൂജയുള്ള സമയത്ത് എന്നും അവിടെ നാമം ജപിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു വൈകുന്നേരം കുളിച്ചിട്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കുളിച്ചിട്ട് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് ഓടുമായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരിക്കുമല്ലോ, കസിൻസും റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും അടുത്ത നെയ്ബേഴ്സും ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഇങ്ങനെ രാമ 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 സന്ധ്യാനാമം ഉണ്ടല്ലോ, സന്ധ്യാനാമം ജപിക്കും. അത് കഴിഞ്ഞ് ദീപാവലി, അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ ഓടി. ഇപ്പോൾ ഒന്നും ആരും നടന്ന് പോവാറേ ഇല്ല. അമ്മയും അച്ഛനും കൂടെ രാവിലെ എന്നും ഇതൊരു വോക്കാവുമല്ലോ എന്ന് വെച്ചാൽ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലം വരെ വന്ന് തൊഴുതിട്ട് തിരിച്ചു പോകും. അത്രയാണ് അവരുടെ നടത്തം എന്ന് പറയുന്നത്. ബാക്കി അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും ഇപ്പോൾ കാറിലും ബൈക്കിലും ഒക്കെ എല്ലാവരും വരത്തുള്ളൂ. നടക്കാൻ പൊതുവെ എല്ലാവർക്കും മടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അമ്പലത്തിലേക്കും അങ്ങനെയൊക്കെ ആരും നടന്ന് വരുന്നതായിട്ട് കാണാറില്ല കേട്ടോ. നല്ലൊരു അമ്പലമാണ്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഗ്രാമത്തിലെ അമ്പലങ്ങൾ എന്ത് രസം. ഒരു തോടുണ്ട്, അന്നൊക്കെ തോട് ചെറിയൊരു വരമ്പായിരുന്നു, അതുവഴി നമ്മൾ പതുക്കെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ അത് പാലമായി. അവിടെ ഒരു ചെറിയ കടയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടോ. വെളുപ്പിനത്തെ ആ വൈബ് എന്ന് പറയുന്നത്. ഈ അമ്പലത്തിൻ്റെ ദേവീക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ അവിടെ നല്ല കയറി പോകുന്ന എന്തൊരു രാവിലത്തെ അവിടുത്തെ പാട്ട് വെച്ചിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു വൈബാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അമ്മയൊക്കെ അകത്ത് കയറിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ച് പോയി. ഇത് അമ്പലക്കുളമാണ് കേട്ടോ. പക്ഷേ അമ്പലക്കുളത്തിലോട്ട് ആരും ഇറക്കുന്നില്ല, അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഊട്ടുപുരയുണ്ട്, പിന്നെ ഫങ്ഷനൊക്കെ നടക്കുന്ന സ്റ്റേജ് അപ്പുറത്ത്. അങ്ങനെ ദേവിയുടെ വെളിയിൽ നിന്ന് ഞാൻ തൊഴുതേ ഉള്ളൂ, അകത്ത് കയറിയില്ല. ഞാൻ തലയൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അന്നൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് തലേ ദിവസം തല കുളിച്ചില്ല. ഇതാണ് ആ ചായക്കട. എന്ത് രസമല്ലേ വെളിയിൽ നിന്ന് കാണുമ്പോൾ. അങ്ങനെ അമ്മയും അച്ഛനും രാജേഷനും തൊഴുതിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നേരെ ഏറ്റുമാനൂർക്കാണ് പോകുന്നത്. ഏറ്റുമാനൂർക്ക് പോയിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട്, അതായത് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. മാർസ്ലീവയിൽ ഒന്ന് ഡോക്ടറെ കാണണമായിരുന്നു. ഒന്ന് MRI എടുത്തതിൻ്റെ പിന്നെ റിസൾട്ട് ഇന്നാണ് കിട്ടിയത്, അത് കാണിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഫുൾ രാവിലെ വെളിയിൽ നിന്ന് കഴിച്ചു, ഉച്ചയ്ക്കും വെജിറ്റേറിയൻ ഫുഡ് വെളിയിൽ നിന്ന് കഴിച്ചു. രാവിലെ കഴിച്ചത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്, കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി. ജസ്റ്റ് അത് 8 മണിയായിരുന്നു അന്നേരത്തേന്. അപ്പം 8-നും 8:15 കഴിഞ്ഞു ഞങ്ങൾ ചെന്നപ്പം. ആ സമയത്ത് നട എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ കുറച്ച് സമയം എടുത്തു. അവിടെ തൊഴുതിട്ട് നമ്മൾ ഏറ്റുമാനൂർ നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പന്മാരും എല്ലാം ഉള്ള സമയമാണല്ലോ ഇത്. അങ്ങനെ എന്നാലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. തൊഴുതിട്ട് വെളിയിലിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഏറ്റുമാനൂർ MC റോഡിലുള്ള അന്നപൂർണ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. പ്യുവർ വെജിറ്റേറിയൻ, അവിടെ വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. പ്യുവർ വെജിറ്റേറിയൻ്റെ സെക്ഷൻ വേറെയാണ് കേട്ടോ. നല്ല ഫുഡാണ്. അച്ഛനൊരു ഇഡ്ഡലി വാങ്ങിച്ചു, രാജേഷേട്ടനൊരു പൊടി ദോശ വാങ്ങിച്ചു. ഞാനും അമ്മയും ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. അമ്മയ്ക്കും ദോശ വേണ്ടെന്ന്, ഞാനും ദോശ കഴിച്ച് മടുത്തു. ഇപ്പം ഞങ്ങൾക്ക് ഒരുമാതിരി 10-15 ദിവസമായപ്പോൾ കേരള ഫുഡിനോടൊക്കെ ഒരു ചെറിയ ഭയങ്കര ആദ്യം കാണുള്ള ക്രേസൊക്കെ കുറഞ്ഞു കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ വെളിയിൽ പോയി കഴിക്കാനൊന്നും അത്ര വലിയ ഒരു താല്പര്യമില്ല. കാരണം എപ്പോഴും കഴിച്ച് ശരിക്കും പറഞ്ഞാൽ മടുത്തു. പിന്നെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ചപ്പാത്തിയുടെ ഇപ്പോൾ ഇവിടുത്തെ കറികൾക്കൊക്കെ ഒരു മധുരമാണ്. ചപ്പാത്തിക്ക് ഒരു സ്റ്റൂ തന്നു, അതിന് നല്ല മധുരം പോലെ എനിക്ക് തോന്നി. പൊടിദോശയൊക്കെ നല്ലതായിരുന്നു. ഞാനും അമ്മയും അതെല്ലാം കൂടെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ടാണ് പോയത് എന്ന് എനിക്ക് ഓർമ്മ. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കാണിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ വൈകുന്നേരം ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ആ കസവകടയുടെ ക്ലിപ്പിങ്സ് കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ എടുത്തവരിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ലക്ഷ്മി. ബൈ. കസവ് സാരി എന്ന് പറയുമ്പോൾ കസവകടയിൽ തന്നെയാണ് വരാറുള്ളത്. കുറേ വർഷങ്ങളായിട്ട് വാങ്ങിച്ചിട്ടുമുണ്ട്. സ്റ്റോക്ക് ചെയ്ത് മാക്സിമം എല്ലാ കളറും വാങ്ങിക്കാറുണ്ട്. അത് ഇവിടുന്ന് തന്നെയാണ് സെറ്റ് സാരി എപ്പോഴും വാങ്ങിക്കാറ്. നല്ല എക്സ്പീരിയൻസ് ആണ്, ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായമാണ്, നല്ല പ്രോഡക്റ്റാണ്. ഇനി ഇതുവരെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ വലിയ സാരീസ്, അതായത് 25,000 വലിയ ഒറിജിനൽ കസവ് സാരീസും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് ഇരിപ്പുണ്ട്. 515